കുവൈറ്റിൽ വീണ്ടും പൊതു തിരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങി. സർക്കാരും പാർലമെന്റ് അംഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ ഭരണാധികാരി ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബിർ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു. 4 വർഷം കാലാവധി ശേഷിക്കെയാണ് പാർലമെന്റ് പിരിച്ചുവിട്ടത്. 9 മാസത്തിനിടയിലെ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിനാണ് കുവൈറ്റിൽ കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ ജൂണിലാണ് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ ഭരണാധികാരി ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബിർ ഒപ്പുവച്ചു. ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളുടെ മോശം പെരുമാറ്റവും ഭരണഘടനാ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് പാർലമെന്റ് പിരിച്ചുവിട്ടതെന്നാണ് റിപ്പോർട്ട്. പാർലമെന്റ് പിരിച്ചുവിട്ടാൽ 2 മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് രാജ്യത്തെ നിയമം. ഇതനുസരിച്ച് ഏപ്രിൽ 15-നുള്ളിൽ രാജ്യത്ത് പുതിയ സർക്കാർ അധികാരമേൽക്കണം. ജൂണിൽ അധികാരമേറ്റ പുതിയ സർക്കാർ 1 വർഷം പോലും തികയ്ക്കും മുൻപാണ് പിരിച്ചുവിട്ടത്. ദേശീയ അസംബ്ലിക്ക് 4 വർഷം കാലാവധി ശേഷിക്കെയാണ് നടപടി. 2022 സെപ്റ്റംബർ 29-ന് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിലും 23 മാർച്ചിൽ തെരഞ്ഞെടുപ്പ് ഫലം ഭരണഘടനാ കോടതി റദ്ദാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.